നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് വിഗ്രഹാർത്ഥമാണ് കേട്ടോ. വിഗ്രഹാർത്ഥം എഴുതുമ്പോൾ എന്താണ്, നമ്മൾ പിരിച്ചെഴുതുമ്പോൾ, വിഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ പിരിച്ചെഴുതുക എന്നാണ് അർത്ഥം. അങ്ങനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ, പിരിച്ചെഴുതുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യമായിട്ടുള്ള അർത്ഥപ്രാധാന്യം ലഭിക്കണം. അങ്ങനെയാണ് നമ്മൾ വിഗ്രഹാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ആ വാക്കുകളെ എഴുതുന്നത്, പിരിച്ചെഴുതുന്നത്. നമുക്ക് ഇനി കുറച്ച് വാക്കുകളും അതിൻ്റെ വിഗ്രഹാർത്ഥവും നോക്കാം. അത് ജസ്റ്റ് എന്താണ്, വാക്കുകളും അതിൻ്റെ വിഗ്രഹാർത്ഥവും മാത്രം നോക്കി പോവുകയാണ്. അതിൻ്റെ ഗ്രാമർ സൈഡിലേക്ക് ഒരുപാട് പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ആ വാക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. രമണീയ ഭാവം. രമണീയ ഭാവം എന്താണ്? രമണീയമായ ഭാവം. രമണീയ ഭാവം എന്താണ്? രമണീയമായ ഭാവം. അഹം ബുദ്ധി. അഹം എന്ന ബുദ്ധി, അതാണ് അഹം ബുദ്ധി. പ്രകൃതിഭാവം. പ്രകൃതിയുടെ ഭാവമാണ് പ്രകൃതിഭാവം. ദേഹാഭിമാനം. ദേഹത്താൽ അഭിമാനം, അതാണ് ദേഹാഭിമാനം. പ്രകൃതി സൗന്ദര്യം. പ്രകൃതിയുടെ സൗന്ദര്യമാണ് പ്രകൃതി സൗന്ദര്യം. വഹ്നി സന്തപ്തം. വഹ്നിയാൽ സന്തപ്തം. ചിത്തവൃത്തി. ചിത്തത്തിൻ്റെ വൃത്തിയാണ് ചിത്തവൃത്തി. മർത്യജന്മം. മർത്യൻ്റെ ജന്മമാണെന്ത്? മർത്യജന്മം. കലാസൗന്ദര്യം. കലയുടെ സൗന്ദര്യമാണ് കലാസൗന്ദര്യം. വാത്സല്യപൂരം. വാത്സല്യത്തിൻ്റെ പൂരം. നമുക്ക് ഈ വാക്കുകൾ ഒന്നും കൂടി നോക്കാം. രമണീയ ഭാവം, രമണീയമായ ഭാവം. അഹം ബുദ്ധി, അഹം എന്ന ബുദ്ധി. പ്രകൃതിഭാവം, പ്രകൃതിയുടെ ഭാവം. ദേഹാഭിമാനം, ദേഹത്താൽ അഭിമാനം. പ്രകൃതി സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം. വഹ്നി സന്തപ്തം, വഹ്നിയാൽ സന്തപ്തം. ചിത്തവൃത്തി, ചിത്തത്തിൻ്റെ വൃത്തി. മർത്യജന്മം, മർത്യൻ്റെ ജന്മം. കലാസൗന്ദര്യം, കലയുടെ സൗന്ദര്യം. വാത്സല്യപൂരം, വാത്സല്യത്തിൻ്റെ പൂരം. മനുഷ്യനിർമ്മിതം. അതെന്താണ്? മനുഷ്യനാൽ നിർമ്മിതം. വീരബാലൻ, വീരനായ ബാലൻ. മൺമയിൽ, മണ്ണുകൊണ്ട് നിർമ്മിച്ച മയിൽ. ഉഗ്രരൂപിണി. ഉഗ്രരൂപിണിയാണ്, രൂപിണി എന്നാണ് ഇവിടെ എഴുതിയത്, അല്ല, ഉഗ്രരൂപിണി. ഉഗ്രമായ രൂപത്തോടു കൂടിയവൾ. പൂമേനി, പൂ പോലെയുള്ള മേനി. മാതാപിതാക്കൾ, മാതാവും പിതാവും. സൗന്ദര്യാവിഷ്കാരം, സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരം. വൃദ്ധ മതാചാര്യൻ, വൃദ്ധനായ മതാചാര്യൻ. കേവല സൗന്ദര്യം, കേവലമായ സൗന്ദര്യം. സൗന്ദര്യപ്രതീതി, സൗന്ദര്യത്തിൻ്റെ പ്രതീതി. രാമസീത, രാമൻ്റെ സീത. കിളിക്കൂട്, കിളിക്കൂട് കിളിയുടെ കൂട്. പൂമണം, പൂവിൻ്റെ മണം. നമുക്കൊന്നും കൂടി നോക്കാം. മനുഷ്യനിർമ്മിതം, മനുഷ്യനാൽ നിർമ്മിതം. വീരബാലൻ, വീരനായ ബാലൻ. മൺമയിൽ, മണ്ണുകൊണ്ട് നിർമ്മിച്ച മയിൽ. ഉഗ്രരൂപിണി, ഉഗ്രമായ രൂപത്തോടു കൂടിയവൾ. പൂമേനി, പൂ പോലെയുള്ള മേനിയാണ് പൂമേനി. മാതാപിതാക്കൾ, മാതാവും പിതാവും. സൗന്ദര്യാവിഷ്കാരം, സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരം. വൃദ്ധ മതാചാര്യൻ, വൃദ്ധനായ മതാചാര്യൻ. കേവല സൗന്ദര്യം, കേവലമായ സൗന്ദര്യം. സൗന്ദര്യപ്രതീതി, അതെന്താണ്? സൗന്ദര്യത്തിൻ്റെ പ്രതീതി. രാമസീത, രാമൻ്റെ സീത. കിളിക്കൂട്, കിളിയുടെ കൂട്. പൂമണം, പൂവിൻ്റെ മണം. നദിക്കര. നദിക്കര എന്താണ്? നദിയുടെ കര. കൈകാലുകൾ, കൈയും കാലും. മുഖഭാവം, മുഖത്തിൻ്റെ ഭാവമാണ് മുഖഭാവം. ചിരഞ്ജീവി, ചിരകാലം ജീവിക്കുന്നവനാണ് ചിരഞ്ജീവി. ചിരഞ്ജീവി എന്താണ്? ചിരകാലം ജീവിക്കുന്നവൻ. വിദ്യാർത്ഥി, വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. അരുണപ്രഭാതം, അരുണവർണ്ണമുള്ള പ്രഭാതമാണ് അരുണപ്രഭാതം. പീതാംബരൻ, പീതമായ അമ്പരത്തോടു കൂടിയുള്ളവൻ. പീതാംബരൻ, പീതമായ അമ്പരത്തോടു കൂടിയുള്ളവൻ. സവിനയം, വിനയത്തോടെ എന്നാണ് അതിൻ്റെ അർത്ഥം. കഥാസന്ദർഭം, കഥയിലെ സന്ദർഭം. ദശപുഷ്പം, അത് 10 പുഷ്പം എന്നുള്ളതാണ് ദശപുഷ്പം. ചന്ദ്രമൗലി, ചന്ദ്രൻ മൗലിയിലുള്ളവനാരോ അവനാണ് ചന്ദ്രമൗലി. ദ്വിഭാഷ, ദ്വിഭാഷ എന്താണ്? 2 ഭാഷ. നദിക്കര, നദിയുടെ കര. കൈകാലുകൾ, കൈയും കാലും.
മുഖഭാവം, മുഖത്തിൻ്റെ ഭാവം. ചിരഞ്ജീവി, ചിരകാലം ജീവിക്കുന്നവൻ. വിദ്യാർത്ഥി, വിദ്യ അർത്ഥിക്കുന്നവൻ. അരുണപ്രഭാതം, അരുണവർണ്ണമുള്ള പ്രഭാതം. പീതാംബരൻ, പീതമായ അമ്പരത്തോടു കൂടിയുള്ളവൻ. സവിനയം, വിനയത്തോടെ. കഥാസന്ദർഭം എന്താണ്? കഥയിലെ സന്ദർഭം. ദശപുഷ്പം, 10 പുഷ്പം. ചന്ദ്രമൗലി എന്താണ്? ചന്ദ്രൻ മൗലിയിലുള്ളവൻ ആരോ അവൻ ചന്ദ്രമൗലി. ദ്വിഭാഷ എന്താണ്? 2 ഭാഷ. പങ്കജാക്ഷൻ, പങ്കജത്തെ പോലെ മനോഹരമായ അക്ഷിയോട് കൂടിയുള്ളവനാണ് പങ്കജാക്ഷൻ. അക്ഷി എന്ന് വെച്ചാൽ കണ്ണുകൾ. പങ്കജാക്ഷൻ പങ്കജത്തെ പോലെ മനോഹരമായ അക്ഷിയോട് കൂടിയവനാണ്. വെണ്ണിലാവ്, അത് വെളുത്ത നിലാവ്. ചക്രപാണി, ചക്രം പാണിയിലുള്ളയാളാണ് ചക്രപാണി. പാണി എന്ന് വെച്ചാൽ കരങ്ങളാണ്, കൈകളാണ്. കരിങ്കല്ല്, കരിങ്കല്ല് കറുത്ത കല്ല്. ചരാചരങ്ങൾ, ചരവും അചരവും, അതാണ് ചരാചരങ്ങൾ. മദ്യാസക്തി, മദ്യത്തോടുള്ള ആസക്തി. ദിനരാത്രങ്ങൾ, ദിനവും രാത്രിയും. കാളിദാസകവി, അത് കാളിദാസൻ എന്ന കവിയാണ് കാളിദാസകവി. എന്താണ്? പങ്കജാക്ഷൻ, പങ്കജത്തെ പോലെ മനോഹരമായ അക്ഷിയോട് കൂടിയവനാണ് പങ്കജാക്ഷൻ. വെണ്ണിലാവ്, വെളുത്ത നിലാവ്. ചക്രപാണി, ചക്രം പാണിയിലുള്ളയാളാണ് ചക്രപാണി. കരിങ്കല്ല്, കരിങ്കല്ല് കറുത്ത കല്ല്. ചരാചരങ്ങൾ, ചരവും അചരവും. മദ്യാസക്തി, മദ്യത്തോടുള്ള ആസക്തിയാണ് മദ്യാസക്തി. ദിനരാത്രങ്ങൾ, ദിനവും രാത്രിയും. കാളിദാസകവി, കാളിദാസൻ എന്ന കവി. ഇത്രയും വിഗ്രഹാർത്ഥങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആവർത്തിച്ച് നോക്കിയാണ് ഇവിടെ വേണ്ടത്. ആവർത്തിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആവർത്തിച്ച് കേൾക്കുന്തോറും ഇതെന്താണ് നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരാതെ മനസ്സിലാവും. ഇനിയും വിഗ്രഹാർത്ഥങ്ങളുണ്ട്, അത് ചേർത്ത് നമുക്ക് മറ്റൊരു എപ്പിസോഡിലായിട്ട് അത് നോക്കാം. ഇപ്പോൾ ഇത്രയും നൽകിയിട്ടുള്ള വിഗ്രഹാർത്ഥങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.